ബിഗ് ബോസ് സീസൺ 6 ഡേ 85 ലൈവിലേക്ക് വലിയ പ്രതീക്ഷയോടെ കയറി ചെന്നാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടും ലൈവിനകത്ത് ഇതേ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ശശി കോംബോ പെട്ടിയുടെ കാര്യമല്ലാതെ വേറൊന്നും സംസാരിക്കുന്നില്ല. ഏത് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്താലും അവസാനം ഇവർ പണപ്പെട്ടിയിലേക്ക് പോകും. ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫസ്റ്റും സെക്കൻഡും നിൽക്കുകയാണ്. ഇവർ തീരുമാനിച്ച് ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സാധനമാണ് പണപ്പെട്ടി. ഈ പണപ്പെട്ടി എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്. ആ ഒരു ഗെയിമിൽ വളരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ വലിയ കുഴപ്പമില്ലാത്തൊരു തുക കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് നന്ദനയ്ക്ക് കൊടുത്താലോ, ഋഷി വേണമെങ്കിൽ എടുത്തോട്ടെ, അല്ലെങ്കിൽ അവരെടുത്താലോ എന്നൊക്കെ രണ്ടാൾക്കാരിരുന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത്രയധികം ഡിസിഷൻ മേക്കിങ് പവറുള്ള ആൾക്കാണ് ഈ പെട്ടി എടുക്കാൻ പറ്റുന്നത്. എന്തൊരു ഡിസ്കഷൻ ആണെന്നുള്ളത് എനിക്കറിയില്ല. നോറ ഇന്നലെ നമ്മുടെ സീക്രട്ട് റൂമിലേക്ക് പോയിരുന്നു. ഞാൻ മാക്സിമം പ്രതീക്ഷിച്ചത് ഇന്ന് ഉച്ചവരെയൊക്കെ ആയിരുന്നു. അത്രയും പോലും അവസരം നോറയ്ക്ക് കിട്ടിയില്ല. നോറ പോയാലെന്ത്, വന്നാലെന്ത്, വന്നാലും പോയാലും മറ്റേ രതീഷിന്റെ പാട്ട് എന്ന് പറയുന്ന അവസ്ഥയിലായിരുന്നു കണ്ടസ്റ്റൻസ്. നോറ വന്നപ്പോഴത്തേന് ആർക്കും പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. ജിൻഡോ വളരെ പോസിറ്റീവായിട്ട് നോറയെ സ്വീകരിച്ചു. അത്രയെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ചെയ്യണം. കാരണം പ്രേക്ഷകരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ നല്ല മനുഷ്യർ എന്നുള്ള രീതിയിലാണല്ലോ. അപ്പം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സാധനം അവിടെ കൊടുക്കേണ്ടതുണ്ട്. ഒരു കണ്ടസ്റ്റന്റ് തിരിച്ചു വരുന്ന സമയത്തും തൻ്റെ ഗെയിമിനെ അത് അഫക്റ്റ് ചെയ്യത്തില്ല എന്നും അയാൾ പോയാലും പോയില്ലെങ്കിലും താൻ ഇവിടെ നിലനിൽക്കൂ എന്നുള്ളതും ഫാൻസിനെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട് ടോപ്പ് പ്ലേയേഴ്സിന്. എന്നാൽ ജിൻഡോയ്ക്ക് മാത്രമേ ആ ഒരു ബുദ്ധി പോയുള്ളൂ. അതുകൊണ്ട് തന്നെ ജിൻഡോ നോറയെ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ നോറയുടെ ചില തള്ളൊക്കെ ഉണ്ട്. നോറയ്ക്ക് അവിടെ ആകെ കേൾക്കാൻ പറ്റിയത് ആ ഒരു പെട്ടിയുമായി ബന്ധപ്പെട്ട ഡിസ്കഷനാണ്. പക്ഷെ നോറയ്ക്ക് ഇവിടെ ഒരു ഡൗട്ട് കടന്നു കൂടിയിട്ടുണ്ട്. താൻ ഇങ്ങനെ ഒരു സീക്രട്ട് റൂമിലേക്ക് പോകുന്നു. ഇപ്പോൾ സീക്രട്ട് റൂമിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നു. തന്നെ ചില കാര്യങ്ങൾ ബിഗ് ബോസ് കേൾപ്പിച്ചിരിക്കുന്നു. അപ്പോൾ താൻ ആരൊക്കെയോ ആണ്, ചിലപ്പോൾ കപ്പ് വരെ അടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ചിന്തയൊക്കെ നോറയ്ക്കുണ്ട്. നോറ ആലോചിക്കുന്ന സമയത്ത് താൻ വളരെ ഡീസൻ്റായിട്ട് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ട രീതിയിൽ ഗെയിമിനെ സമീപിച്ച ഒരു വ്യക്തിയാണ്. ബാക്കിയുള്ള ആളുകളെ പോലെ നെഗറ്റീവുകളില്ല. ഫാമിലി വന്ന സമയത്തും നല്ല പോസിറ്റീവായിരുന്നു. വീക്കെൻഡ് എപ്പിസോഡുകളിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കയ്യടികളൊക്കെ കേൾക്കാൻ വരുന്നുണ്ട്. ലാലേട്ടൻ സ്പേസ് കൊടുക്കുന്നുണ്ട്. നോറ അതുകൊണ്ട് തന്നെ പണപ്പെട്ടി എടുക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നോറ പണപ്പെട്ടിയൊക്കെ എടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ലാഭമായിരിക്കും. ഇന്ന് രാവിലെ സായിയും അതേപോലെ തന്നെ നമ്മുടെ സിജോയും ശശികൾ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു പെട്ടിയെ കുറിച്ചിട്ട് തന്നെയാണ്. അഭിഷേകും ഋഷിയും പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു പെട്ടിയെ കുറിച്ചിട്ടാണ്. നന്ദനയ്ക്ക് ശരിക്കും ഒരു പണപ്പെട്ടി കിട്ടിക്കഴിഞ്ഞാൽ, അതും ഒരു 10-15 ലക്ഷം രൂപയുടെ പണപ്പെട്ടി കിട്ടിക്കഴിഞ്ഞാൽ ലൈഫിൽ പെട്ടെന്ന് കുറച്ചധികം മാറ്റങ്ങൾ വരും. അത് റിയാലിറ്റിയാണ്. നന്ദനയ്ക്ക് ഒരു ഗെയിമിൽ കൂടെ അത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഏട്ടായിമാർ ആ ഒരു ഗെയിം നശിപ്പിച്ചിട്ട് അത് അവരുടെ ഗെയിമാക്കി മാറ്റി. അതുകൊണ്ട് ആ ഒരു പാവം വെച്ച് ഔട്ടായി പോയി. ഇപ്പം ഏട്ടായിമാരിൽ ഒരാൾ നന്ദനയ്ക്ക് വീട് എന്ന് പറയുന്ന ആ ഒരു സ്വപ്നത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് സിജോയ്ക്ക് വലിയ ഡൗട്ട് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. സിജോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ സായി പെട്ടി എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. സായി ഒരു കാര്യം പറഞ്ഞു കേട്ടപ്പോഴത്തേന് എൻ്റെ കിളി പോയി. സായി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ടൈറ്റിൽ വിന്നർ ആവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ഒരു പൊസിഷനും അത്രയധികം പേരെടുക്കാൻ പറ്റില്ല. പിന്നെയും പേരെടുക്കാൻ പറ്റുന്ന 2 പൊസിഷൻ എന്ന് പറയുന്നത്, ഒന്ന് ടിക്കറ്റ് ടു ഫിനാലെ ജയിക്കുന്ന ഒരാളാണ്. അതിപ്പോൾ ഓൾറെഡി അഭിഷേക് ആ ഒരു രീതിയിൽ പേരെടുത്തു. പിന്നീടുള്ളത് മണി ബാഗാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി, ഓവറായാലല്ലേ ആളുകൾ ശ്രദ്ധിക്കത്തുള്ളൂ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് മണി ബാഗ് എടുത്ത് ഞാൻ പോയാലോ എന്നൊക്കെയുള്ള ഐഡിയ ഉണ്ട് സായിക്ക്. സിജോയുടെ മനസ്സിൽ ലഡു പൊട്ടി എന്നുണ്ടെങ്കിലും സിജോ പറയേണ്ട ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പം നന്ദനയ്ക്ക് വേണ്ടി മണി ബാഗ് സായി എടുക്കോ എന്നുള്ളൊരു ഡൗട്ടൊക്കെയാണ് സിജോയ്ക്ക് എന്ന് എനിക്ക് തോന്നുന്നു. അഭിഷേക് കുറച്ചും കൂടെ ഋഷിയുടെ കാര്യത്തിൽ വളരെ കൺസേൺഡ് ആണ്. ഋഷിക്ക് വാടക വീടേ ഉള്ളൂ. അപ്പോൾ അത് അഭിഷേകിനെ എപ്പോഴും ഇങ്ങനെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പം ഋഷിയുടെ ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത് വളരെ കഠിനകരമായിരുന്നു. അപ്പോൾ ഋഷി അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്, വാട്ടർ ബില്ല് അടയ്ക്കാനായിട്ട് പറ്റിയില്ല, കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റിയില്ല, സ്വന്തമായിട്ടൊരു വീട് വേണം എന്നൊക്കെയുള്ള ആഗ്രഹം ഋഷിക്കുണ്ട്. അതുകൊണ്ട് അഭിഷേകിന് ഋഷി പണപ്പെട്ടി എടുക്കട്ടെ എന്നുള്ളതുണ്ട്. പക്ഷെ അഭിഷേകിന് ഋഷിയോട് പറയാൻ പറ്റുന്നില്ല ഋഷി ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം ഋഷി വിചാരിച്ച് വെച്ചിരിക്കുന്നത് ടോപ്പിലുണ്ട് എന്നുള്ളതാണല്ലോ. കാരണം ഋഷി ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ്. ഋഷി മറ്റു ഉപ്പുമുളകിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു വാർത്ത സൃഷ്ടിച്ചായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കോൺട്രവേഴ്സി ഉണ്ടായ സമയത്ത് ഒത്തിരിയധികം ആളുകൾ ഋഷിക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നൊക്കെയുള്ള ചിന്ത ഋഷിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പണപ്പെട്ടിക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. വിന്നർ ആയെങ്കിലോ എന്നുള്ളൊരു ചിന്തയിലാണ്. അപ്പം ഈ വിന്നർ ആയാലോ എന്നുള്ളൊരു പ്രതീക്ഷ ഋഷിക്കുണ്ട് എന്നുള്ളത് അഭിഷേക് സിജോയോടും സായിയോടും പറയുന്നുണ്ട്. ഈ 3 ആൾക്കാരുടെ ഇടയിൽ ഈ പണപ്പെട്ടി പരിപാടി ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. ഇവർക്ക് പണപ്പെട്ടി എടുക്കാനായിട്ട് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. എന്നാലും ഇവരെ അത് വല്ലാതെ ബാധിക്കുന്നുണ്ട്.
ഇവർ മൂന്നാൾക്കാരും ഇതിനകത്ത് ഗെയിമിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നില്ല. ഇപ്പം ഋഷിക്ക് പണപ്പെട്ടി കൊടുക്കാമെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഋഷി എടുത്തോട്ടെ എന്ന് പറഞ്ഞാലും അവിടെ ഒരു ചെറിയ ഗെയിമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ആരുടെയൊക്കെ മൈൻഡ് മാറും എന്നുള്ളത് അറിയില്ല. ശരിയാണ്, സിജോയും അതേപോലെ തന്നെ സായിയും കൂടെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ന ആൾക്കാരുടെ മൈൻഡ് മാറിയാൽ എന്ത് ചെയ്യും. പണമാണ് വരുന്നത്, പല ആൾക്കാരും അപ്പോൾ റീതിങ്ക് ചെയ്യും. കാരണം വിന്നർ ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് പണം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല, പേയ്മെൻറ്റ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആളുകളുടെ മനം മാറിയാലോ എന്നൊക്കെ ഇവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഈ പണപ്പെട്ടി ഡിസ്കഷൻ അല്ലാതെ വേറൊന്നും അവരുടെ ഗെയിം പ്ലാനിലില്ല. പണപ്പെട്ടി എടുക്കില്ലെന്ന് എനിക്ക് പേഴ്സണലി ഉറപ്പുള്ളത്, എനിക്ക് ആരെയും വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഉറപ്പുള്ളത് ജാസ്മിൻ, ജിൻഡോ, അഭിഷേക് പിന്നെ സിജോ എടുക്കില്ല എന്നൊരു ഉറപ്പുണ്ട്. സിജോ അമ്മച്ചിയോട് ചോദിച്ചാണ് പണപ്പെട്ടി എടുക്കട്ടെ എന്നുള്ളത്. അപ്പം അമ്മച്ചി എടുക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് സിജോയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കും ഗെയിമിൽ വിന്നർ ആവുക എന്നുള്ളത്. ബാക്കിയുള്ള ആര് വേണമെങ്കിലും പണപ്പെട്ടി എടുക്കാൻ സാധ്യതയുണ്ട്. നോറ പിന്നെ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ നോറ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? പണം വരുന്ന സമയത്ത് നോറ നല്ലൊരു ഗെയിമറാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് ഡിസിഷൻ എടുക്കും. അപ്പോൾ നോറ ചിലപ്പോൾ എടുക്കാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ള ആളുകൾ ഈ പണപ്പെട്ടി ശശി പരിപാടികളല്ലാതെ ബാക്കിയുള്ള ആളുകളൊക്കെ ടോപ്പ് 5 ഡിസ്കഷൻ, ഗെയിം ഡിസ്കഷൻ എന്നീ കാര്യങ്ങളൊക്കെയാണ്. ഈ സായിക്കും അതേപോലെ തന്നെ നമ്മുടെ സിജോയ്ക്കും ഒക്കെ ജാസ്മിൻ അടുത്ത ആഴ്ച തന്നെ ഇവിടെ നിലനിൽക്കുക എന്നുള്ള വലിയ ഡൗട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഇവർക്ക് വലിയ ഡൗട്ടുണ്ട്. ഇവർ വിചാരിക്കുന്നത് ഈ പണപ്പെട്ടി ഡിസ്കഷനൊക്കെ നമുക്ക് ഭയങ്കര ആസ്വാദകരമാണ് എന്നുള്ളതാണ്. ശരിക്കും നല്ല ബോറടിയാണ്. എത്ര നാളായി സിജോ വന്നപ്പോൾ തൊട്ട് ഈ പണപ്പെട്ടിയെക്കുറിച്ചിട്ട് സംസാരിക്കുന്നതാണ്. സായിക്ക് പിന്നെ സിജോയുടെ ഈ പണപ്പെട്ടിയുടെ ഡിസ്കഷൻ അല്ലാതെ വേറൊരു സംഗതിയില്ല. സിജോ ആൻഡ് സായി തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ജാസ്മിൻ ഇപ്പോൾ അർജുനെയും ശ്രീധുവിനെയും ചേർത്ത് നിർത്തിയിരിക്കുന്നത് ഈ വോട്ട് സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് അത് കരസ്ഥമാക്കാൻ വേണ്ടിയാണ്. എന്നാലേ ജാസ്മിൻ ഇവിടെ നിലനിൽക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. എനിക്ക് അങ്ങനെ തോന്നിയില്ല. എന്നാലും അവരുടെ ഒരു കണ്ടുപിടുത്തമാണല്ലോ. അവരെന്താണെങ്കിലും ടോപ്പ് 2 തന്നെയാണ്. അതിന് വേറെ വലിയ ആക്ഷേപങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വളരെ ബെനിഫിഷ്യലായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന 2 ഗെയിമേഴ്സാണ് അർജുൻ ആൻഡ് ശ്രീധു. അർജുൻ ടോപ്പ് 5 ഏകദേശം ഉറപ്പിച്ചു. എങ്ങനെയാണ് ടോപ്പ് 5 ഉറപ്പിച്ചത്? അത് നമ്മുടെ ശശി കോംബോയുടെ പെട്ടി പ്ലാനിങ് കാരണമാണ്. സായിയെ നല്ല രീതിയിൽ ആൾക്കാർ വെറുത്തു, അഭിഷേക് കയറി വന്നു. അതുകൊണ്ട് തന്നെ അർജുൻ വളരെ മാന്യമായിട്ട് സംയമനത്തോടെ ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്നതുകൊണ്ട് അർജുൻ എന്താണെന്ന് പറഞ്ഞാലും ടോപ്പ് 5 വരും. ഈ ടോപ്പ് 5 പ്രഡിക്ഷൻസ് പല ആളുകളുടെയും ലൈവിൽ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത് ജാസ്മിൻ്റെ ഒക്കെ ഒരു ടോപ്പ് 5 ആണ്. ജാസ്മിൻ പറയുന്നത് ജിൻഡോ, അർജുൻ, അഭിഷേക്, ജാസ്മിൻ, ഋഷി എന്നിവർ ടോപ്പ് 5 വരുമെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല അല്ലേ? ജിൻഡോ, അർജുൻ, അഭിഷേക്, ജാസ്മിൻ, ഋഷി. അപ്പോൾ ഇതിനകത്ത് ഔട്ടായി പോണത് ആരാണ്? സായി നിൽക്കാൻ ഒരു സാധ്യതയില്ലാത്തൊരു മനുഷ്യനാണ്. പിന്നെ നോറ നോക്കണ്ട, നോറയും ലെക്ക് കൊണ്ട് കയറി വന്ന ഒരാളാണ്. ശ്രീധുവിനെ ആൾക്കാർ നിർത്തില്ല. ശ്രീധു അങ്ങനെ വലിയ ഗെയിമൊന്നും കളിച്ചിട്ടില്ല. ശ്രീധു ഇങ്ങനെ കുറേ നാൾ നിന്നുപോയി ഒരു പ്രസൻസ് ഉണ്ടാക്കി ആളുകൾ ക്യൂട്ട്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കും എന്നുണ്ടെങ്കിലും അവരെ നല്ല രീതിയിൽ ഇവിടെ പ്രസൻറ്റ് ചെയ്തു. അവരെ വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നല്ലോ വലിയ ഗെയിമൊന്നും അല്ല പ്ലാൻ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീധുവിനോട് നമുക്ക് ഒരു പ്രശ്നവുമില്ല, ഇഷ്ടവുമില്ല, അതേപോലെ തന്നെ വെറുപ്പുമില്ല. ഒരു കണ്ടസ്റ്റൻറ്റ്, വലിയ കുഴപ്പമില്ലാത്ത ഒരു മനുഷ്യത്തി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സായിയുടെ ടോപ്പ് 5 ജാസ്മിൻ ഇല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ജിൻഡോയുടെ ടോപ്പ് 5 സായി ഇല്ല. ഇങ്ങനെയൊക്കെയാണ് സീസൺ 6 ഡേ 85 ലൈവിലെ ചില കാര്യങ്ങളൊക്കെ. ഇന്നിനിയിപ്പം മറ്റേ ഗ്രൂപ്പ് തിരിക്കലും പരിപാടിയൊക്കെ ഉണ്ടായിരിക്കും, അല്ലാതെ വേറെ വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ. വെറുതെ ഇങ്ങനെ കുക്കൊക്കെ ചെയ്ത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നടക്കുകയാണ്. നോറയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. ഇതൊക്കെയാണ് എനിക്ക് അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ കുറച്ച് സംഭവങ്ങൾ. ഇതിൻ്റെ ലൈവ് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും വന്നിട്ടില്ല. ഈ ഒരു പെട്ടി ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സായി നന്ദനയ്ക്ക് അങ്ങനെ ഒരു വീടിൻ്റെ ഓപ്ഷൻ ഇന്നലെ പറഞ്ഞു കൊടുത്തതുകൊണ്ട്, എല്ലാ സഹായങ്ങളും ഓഫർ ചെയ്തതുകൊണ്ട് നന്ദനയുടെ കാര്യത്തിൽ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നമുക്കൊരു ആശ്വാസമുണ്ട്. നന്ദനയുടെ വീടും സാഹചര്യങ്ങളും ഒക്കെ നല്ല ശോകമാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ബിഗ് ബോസ് റിയാലിറ്റി ഷോ ആണ്. ഇവിടെ നല്ല ഒരാളെ കപ്പ് കൊടുത്ത് വിജയിപ്പിക്കുന്ന പരിപാടിയൊന്നും അല്ല. ഇത് ആ ഒരു കണ്ടസ്റ്റൻസിൽ ഗെയിം നന്നായിട്ട് കളിക്കുന്ന സ്മാർട്ടായിട്ടുള്ള ക്രൂക്ഡ് ആയിട്ടുള്ള ഒരാൾ ടോപ്പിലേക്ക് വരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരാൾ എവിക്റ്റായി പോകുന്ന സമയത്ത് അയാളുടെ ആഗ്രഹങ്ങളെ ആളുകൾ ബഹുമാനിച്ചില്ല എന്നൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. ആ ഒരു ഷോയിൽ നമ്മുടെ ഒരു പ്രസൻസ് കൊണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവസരങ്ങൾ കിട്ടും. ഈ ഒരു ഷോയിലെ കപ്പും ഫസ്റ്റും സെക്കൻഡും ഒന്നും നോക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വിന്നേഴ്സൊക്കെ അത് വേറൊരു ഗെയിമാണ്. ഇപ്പോൾ എല്ലായിടത്തും ഗെയിം കളിക്കാനായിട്ട് എല്ലാ ആളുകൾക്കും പറ്റണമെന്നൊന്നുമില്ല. അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. അർജുൻ ഫാൻസിനൊക്കെ എപ്പോഴും വിഷമം തോന്നുന്ന ഒരു സംഗതിയുണ്ട്. ടോപ്പ് 3 ആളുകൾ വിചാരിച്ചിരിക്കുന്ന ആളുകളുടെ കൂടെ അർജുനില്ല. അർജുൻ ആ ടോപ്പ് 3 ആളുകളുടെ വ്യക്തിത്വവുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ഉയർന്ന നല്ല ചിന്താഗതിയുള്ള ഒരു മനുഷ്യനാണ്, നല്ല ഒരു മനുഷ്യനാണ്.
പക്ഷെ എന്ത് ചെയ്യാം, ഇത് ബിഗ് ബോസ് മലയാളമാണ്. ഇവിടെ അങ്ങനെ ഒരു രീതിയിലല്ല കപ്പ് കൊടുക്കുന്നത്. ഇപ്പോൾ റിനോഷ് നല്ലൊരു മനുഷ്യനായിരുന്നു, അങ്ങനെ വലിയ ക്രൂക്ഡ് ആയിട്ടുള്ള ഗെയിം കളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം അങ്ങനെ ഒരു പ്രതീക്ഷ ഒന്നും പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ റിനോഷിന് നല്ല ഹെയ്റ്റ് ഉണ്ടായിരുന്നു അവസാനം. റിനോഷിനോട് ആളുകൾക്ക് ദേഷ്യമായിപ്പോയി. എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അവസാനം അദ്ദേഹം ഗെയിം പൂർത്തിയാക്കാതെ പുറത്തേക്ക് പോയി. കാരണം ഈ ഫോർമാറ്റിൽ അങ്ങനെയാണ്. ഇവിടെ വേണ്ടത് കുറച്ച് ക്രൂക്ഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്, സ്വയം മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവാണ്, ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവാണ്. അതൊക്കെയാണ് ഇവിടെ വേണ്ടത്. പക്ഷേ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്യം കൈവരിച്ച് കപ്പ് ആളുകൾ കരസ്ഥമാക്കട്ടെ. ആര് കരസ്ഥമാക്കിയാലും നമുക്കൊരു പ്രശ്നമില്ല. സീസൺ 6 പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. അതെന്താണെന്ന് അറിയത്തില്ല. നമ്മളുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം നമ്മളെപ്പോലെ ഒന്നുമല്ല അവിടെയുള്ള ടോപ്പ് പ്ലേയേഴ്സ്. നമ്മളൊന്നും ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ, നമുക്ക് എന്ത് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത ആളുകളൊക്കെയാണ് ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ. എനിക്ക് പേഴ്സണലി അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അവരോടൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സീസണിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരാളോടൊന്നുമില്ല. പിന്നെ ഞാൻ സഹതാപം കൊണ്ടാണ് പലപ്പോഴും ജാസ്മിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. ഏതായാലും എല്ലാം ഇതാണ്. അന്നെങ്കിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായിട്ടുള്ള ആൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് സഹതാപം കൊണ്ടാണ് പലപ്പോഴും ചില കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ അവരൊന്നും വലിയ ക്വാളിറ്റി ഗെയിമേഴ്സ് ആയതുകൊണ്ടൊന്നുമല്ല. ഇവിടെ അങ്ങനെ വലിയ ഗെയിമൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.